ക്യാമറ അലൗഡ് അല്ല. വീഡിയോ എടുക്ക കൂടാണ്. ഇതിൻ്റെ ലുക്ക് കാണിച്ചു തരാം, നോക്കിക്കോളാം. 25 ടണ്ണില്ല നന്ദി ശില്പങ്ങളാണ്. അത്ര വർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഗൈസ്, നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ലിഫ്റ്റ് കയറി താഴെ പോയിട്ട് വണ്ടി എടുത്തിട്ട് ഒന്നും ലഗേജൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ആപ്പ് നോക്കാൻ ഫോണും പിന്നെ ബാഗിൽ പവർ ബാങ്കും ക്യാമറ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഗൈസ്, നമ്മളുടെ വണ്ടി എടുത്ത് വിടുന്നത്. നമ്മൾ ഫസ്റ്റ് പോകുന്നത് തഞ്ചാവൂർ പെരിയ കോയിലാണ്. രണ്ടാമത് തഞ്ചാവൂർ പാലസാണ്. ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്ററിലും. അതേപോലെ തന്നെ നിങ്ങൾക്ക് തഞ്ചാവൂർ വരണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം നടക്കേണ്ട ദൂരമില്ലോ, 1.5 കിലോമീറ്റർ ഉണ്ടാകും കൂടുതൽ പോയാൽ. എല്ലാം അടുത്തടുത്ത് തന്നെയാണ് വരുന്നത്. തഞ്ചാവൂർ പെരിയ കോയിൽ ഓപ്പൺ ആകുന്ന ടൈം 4:30, പൊളിച്ചൊക്കെ 4:30 ഓപ്പൺ ആവും. പാലസ് ഓപ്പൺ ആകുന്നത് 9 മണിയാവും. ആ 2 സ്ഥലം മെയിനായിട്ട് കാണണം. നേരെ ഉച്ചയാകുമ്പോഴേക്ക് തന്നെ നമ്മൾ രാമേശ്വരം പോകണം. ഗൈസ്, നമ്മൾ തഞ്ചാവൂർ പെരിയ കോവിലിൻ്റെ മുമ്പിലെത്തി. അപ്പോൾ ഇവിടെ ചെറിയൊരു ബ്രിഡ്ജുണ്ട്. ഇതിൻ്റെ സൈഡിൽ പെരിയ കോവിൽ റോഡ്. അപ്പോൾ അവിടെ കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇത് ബ്രിഡ്ജാണ്. ഇതിൻ്റെ ഇടയിൽ കൂടി ചെറിയ റിവറും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. ഇതാണ് എൻട്രൻസ്. കുറച്ച് അങ്ങോട്ട് പോകണം. കാർ പാർക്കിംഗ് ഒക്കെ അവിടെയുണ്ട്. ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കണം. KL 55 ഇതാ ഇവിടെ വെച്ചാലോ. നമ്മൾ അവിടെയാണ് വണ്ടി വെച്ചത്. പെരിയ കോയിലിൻ്റെ മുമ്പിലെത്തി. അപ്പോൾ ഇവിടെ വീഡിയോ എടുക്കുന്ന ചെറിയ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്യാമറ എടുത്ത് ബാഗിൽ വെച്ച്. ഫോൺ പിടിച്ച് കഴിഞ്ഞാൽ അറിയില്ല, നോക്കാം. ഉള്ളിൽ കയറാണ്. ഈ സൈഡിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത് പെരിയ കോവിലിൻ്റെ. ഉണ്ടോ? ഇതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ കയറാണ്. ഇവിടെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ രീതിയിൽ പൂ കാര്യങ്ങളൊക്കെ ആയിട്ട്. ചെരുപ്പ് വെക്കേണ്ട റൂമുണ്ട്. അവിടെ ചെരുപ്പ് വെക്കണം. പിന്നെ ബാഗും വെക്കാൻ വേണ്ടിക്കൽ നമ്മൾ ബാഗ് വെക്കുന്നില്ല. ഗൈസ്, ബാഗും കൊടുത്തു, ചെപ്പലും കൊടുത്തു. ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് അത് കൊടുത്തു. പിന്നെ വെറുതെ അത് പിടിച്ച് പ്രശ്നമാക്കണ്ട. പിന്നെ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. വീഡിയോ ഫോട്ടോയും കാര്യമൊന്നും എടുക്കുന്നതിന് കുഴപ്പമില്ല. ലൈവായിട്ട് റീല് ഷൂട്ട് ചെയ്യുന്നതാണ് പ്രശ്നം. ലൈവായിട്ട് സോങ്ങൊക്കെ വെച്ചിട്ട് റീല് ലൈവായിട്ട് ഷൂട്ട് ചെയ്യാമല്ലോ അമ്പലത്തിന് മുമ്പ്. അത് പ്രശ്നമാണ്. വീഡിയോ കാര്യങ്ങളൊക്കെ ഫോട്ടോ എത്ര വേണ്ടെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ചെരുപ്പിന് ₹1, ബാഗിന് ₹20 കൊടുത്തു. നമ്മൾ കയറട്ടെ. ഇതിലൂടെ നടന്ന് കയറാണ്. ചെറിയ രീതിയിൽ വൃത്തിക്കുറവുണ്ട് കേട്ടോ. മുമ്പിൽ ശിവന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. ഇതിലാ വീഡിയോ എടുക്ക കൂടാണ്. അപ്പടിയാ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ എടുക്കാണ്. അത് വീഡിയോ എടുക്കണമെന്നാണ് പറയാം. ഞങ്ങൾ എടുക്കുന്നതിന് കുഴപ്പമില്ല. റീൽസ് മാത്രം ഷൂട്ട് ചെയ്യാണ്ടെന്നാൽ മതി. നമ്മൾ അതിൻ്റെ ഉള്ളിലെത്തി. അതിൻ്റെ ചുറ്റും ഇതാണ് എൻട്രൻസ്. അങ്ങനെ വന്ന് ഇതാണ് ഷൂട്ട് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയുമെന്നറിയില്ല. നോക്കാം. അവിടെ ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ നടന്ന് നോക്കട്ടെ. ഗൈസ്, നമ്മൾ പെരിയ കോവിലിൻ്റെ മുമ്പിലെത്തി. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ഇവിടെ റെസ്റ്റ് ചെയ്യാൻ കുറേ സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ കുറേ പൂജയും കാര്യങ്ങളൊക്കെ നടത്തിക്കുന്നതൊക്കെ ഇവിടെ നിന്നാണ്. എല്ലാം കഴിഞ്ഞ് അവിടെ വലിയൊരു നന്ദീനെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് കുറേ ആൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. സംഭവം ഭയങ്കര ഓൾഡാട്ടോ. ഇതിൻ്റെ ലുക്ക് കാണിച്ചു തരാം, നോക്കിക്കോളാം. ഇതുണ്ടോ? ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, റീൽസൊക്കെ. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലെല്ലാം പോയി നോക്കിയാൽ മതി. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. നമ്മൾ ആ ഒരു 2 കവാടം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. പക്ഷേ ഇവിടുന്ന് 3 ആളെ പരിചയപ്പെട്ട്. അതൊന്ന്, പിന്നെ അവിടെ 2 ആൾ, അവിടെ 2 ആളുണ്ട്. അപ്പോൾ ഓറാണ് ഫോട്ടോ എടുത്തത് നമുക്ക്. അപ്പോൾ ഓറ് വരുന്ന കാസർഗോഡ് നിന്നാണ്. നമ്മൾ ആ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടെത്തി. അപ്പോൾ ഇവിടെ അത്യാവശ്യം റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇതാ കുറേ ആൾക്കാർ അവിടെ കിടന്നിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു.
ഒരു റൗണ്ട് അടിച്ച് കഴിയാനായി. അപ്പോൾ തഞ്ചാവൂർ കാണാത്തവർ കണ്ടോളൂ. മുകളിൽ ഫുള്ള് നന്ദിയുണ്ട് ഇങ്ങനെ വെച്ചിട്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലെത്തി. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇതിലേ ഇങ്ങനെ വന്ന് അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. ഇനി സമയം കൂടുന്നതിന് ആൾക്കാർ കൂടുക ചെയ്യുക. കാരണം ഇപ്പോൾ 8 മണിയായിട്ട് തന്നെ ഇത്ര ആൾക്കാരുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ എന്തായാലും വരാൻ നോക്കുന്നേ ഉണ്ടാവും. നമ്മളിപ്പോൾ റൂം എടുത്തു കഴിഞ്ഞാൽ കാണുന്ന ഇതാണല്ലോ, എല്ലാവരും ഇറങ്ങാൻ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ മാക്സിമം രാവിലെ വരാൻ നോക്കാം. തിരക്കില്ലാണ്ട് അത്യാവശ്യം നല്ല നീറ്റിൽ കണ്ടിട്ട് പോകാൻ വേണ്ടി പറ്റും. തീർത്ഥം ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പാടില്ല. അങ്ങോട്ട് ഫുള്ള് ചുറ്റും ഇതാണ് ഗൈസ്. നല്ല രീതിയിൽ വെയിൽ വന്ന് ഇതാ, നല്ല രീതിയിൽ വെയിലാണ് കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങൾ നല്ല ക്രൗഡാണ്. നമ്മൾ നേരത്തെ കയറിയ സ്ഥലം അവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു റൗണ്ട് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മളുടെ പാലസാണ്. പാലസ് ഇതുണ്ടോ, ഇതാണ് ഗോപുരം. ഇവിടെ അത്യാവശ്യം നല്ല ബേർഡ്സ് ഉണ്ട് കേട്ടോ. അത് കിട്ടിയിലാണ് ചില ടൈം അതിൻ്റെ ഇതിലേ കൂടി പറക്കും. വേറെ തന്നെ ഒരു വൈബുണ്ട്. എന്താ പറയുക, ഒരു കാം, റിലാക്സ്. നന്ദി കണ്ടോ, ഇത് 25 ടണ്ണ് വെയിറ്റ് ഉണ്ട്. ഇത് നന്ദി ഇതാ കേട്ടോ, 25 ടണ്ണില്ല നന്ദി. ഇതാ ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കട്ടെ ഗൈസ്. നമ്മൾ ഉള്ളിൽ കയറിയാണ്. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, കയറി നോക്കട്ടെ. വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ചെറിയ ചെറിയ ഷോട്ടൊക്കെ ആഡ് ചെയ്ത് തരാം. നല്ല തിരക്കാട്ടോ. ഇത് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കാൻ തോന്നും കേട്ടോ, കണ്ണെടുക്കാൻ തോന്നില്ല. അത്രക്കും കിട്ടില്ല സ്ട്രക്ചറാണിത്. പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുകയാണ് ഗൈസ്. ഇതാ നമ്മൾ 2 റൗണ്ടൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഇറങ്ങാണ്. നമ്മളിതാ കയറി എൻട്രൻസിനെത്തി ഗൈസ്. ചെരുപ്പും ബാഗും വാങ്ങി. അതേപോലെ തന്നെ ചെരുപ്പും ബാഗും നിങ്ങൾ വെക്കുമ്പം ഒരു ടോക്കൺ തരും. ആ ടോക്കൺ കയ്യിൽ തന്നെ വെക്കുക, കീറി കളറ്. അത് കാണിച്ചാലേ നമുക്ക് ബാഗ് തരും. ഓക്കെ, അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ പൂ, ചന്ദൻ തിരി, വെളിച്ചെണ്ണ അങ്ങനത്തെ സാധനമൊക്കെയാണ് ഇവിടെ ഗൈസ്. നമ്മൾ തിരിച്ചിറങ്ങി. ഇനി ഇവിടെ നമ്മൾ പോകുന്നത് നേരെ പാലസിലേക്കാണ്. പുറത്ത് ഇറങ്ങിയപ്പോൾ നല്ല രീതിയിൽ മഴക്കാറുണ്ട്. നമ്മൾ വണ്ടി വെച്ചത് ആ ഒരു ഭാഗത്താണ്. വണ്ടിക്ക് ഇനി ടിക്കറ്റ് കൊടുക്കണമെന്ന് അറിയില്ല. ടിക്കറ്റിന് കൊടുക്കാണ്ട വണ്ടി വെച്ചിട്ട് വന്നത് ഗൈസ്. നമ്മളിവിടുന്ന് ഇറങ്ങി. ഇവിടുന്ന് ഇറങ്ങുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. ഫുള്ള് ബസ്സാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മളിനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് തഞ്ചാവൂർ പാലസിലേക്കാണ് പോകുന്നത്. ഒരു 8 മണിക്ക് കറക്റ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സമയമാണ്. തഞ്ചാവൂർ പാലസ് കോംപ്ലക്സ്. ഇതൊരു കോംപ്ലക്സ് ആണ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ ഫയർ സ്റ്റേഷനും പോലീസ് സ്റ്റേഷനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. പിന്നെ സ്കൂളുണ്ട് ഇവിടെ. നമ്മൾ ഇന്നലെ വന്ന് ഇവിടെ ചോദിച്ചാണ്. അപ്പം പറഞ്ഞ ടെൻറ്റിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. ടിക്കറ്റ് എവ്വളോ? വീഡിയോ എടുക്കലാമോ ഉള്ള? വീഡിയോ 150 രൂപ. വണ്ടി എടുത്തിട്ട് തന്നെ കയറാം. എൻ്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്യേണ്ട സ്ഥലമുണ്ട്. ഗൈസ്, വീഡിയോന് 150 നമ്മൾ രണ്ടാമതും പോയി വീഡിയോൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് വന്ന് നമ്മൾ കയറുകയാണ്. ആർട്ട് ഗാലറിയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. കുറേ ഇങ്ങനത്തെ പഴയ സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും കാണുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ. 150 കൊടുത്ത് കയറിയത് വെറുതെ ആയോ? ദർബാർ ഹാൾ ഇമേജ്. ആ വീഡിയോ ടിക്കറ്റ് വാങ്ങി ചോദിച്ചാണ്. കുറേ സ്റ്റാറ്റ്യൂസ്, ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ.
പൈസ കേട്ടോ, ചൈന കോയിൻ, ഇറ്റലി കോയിൻ, ഹോങ്കോങ് കോയിൻ, നേപ്പാൾ കോപ്പർ കോയിൻ കുറേ ഉണ്ട് കേട്ടോ. നോക്കെ പണ്ടത്തെ ഒരു നാണയങ്ങളാണ്. ഇതുണ്ടോ, മൈസൂർ ടിപ്പു സുൽത്താൻ്റെ. ഇത് നമ്മൾ വാഷർ പോലത്തെ സംഭവം കേട്ടോ. ഇതിൻ്റെ ഫ്രാൻസിൽ 1919 കോപ്പർ കോയിൻ വിത്ത് ഗോൾ സെൻറ്റർ, ബോംബെ മൈൻ. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വൈബ് കിട്ടുന്നുണ്ട് പണ്ടത്തെ. പിന്നല്ലേ പണ്ട് ഇത്ര ചെറിയ കോയിനൊക്കെ പറയുമോ. My name Vishnu. മുകളിലത്തെ ഡിഷ് നോക്കിയേ, ഇത് പൊളിച്ചേട്ടാ. മുകളിൽ ടോപ്പാ. ഇത് നോക്കിയാൽ മുകളിൽ അത്യാവശ്യം നല്ല രസമുണ്ട്. പാർവതി പാർവതി, കൃഷ്ണൻ കൃഷ്ണൻ. അത് കഴിഞ്ഞു. നട്ടരാജർ ഹാൾ. കുറച്ചും കൂടി യുണീക്ക് ആയിട്ടുള്ള ശില്പങ്ങളാണ്. നിങ്ങൾ പോസ് ചെയ്തിട്ട് വാങ്ങിച്ചു വെച്ചോട്ടാ. കോസ്മിക് ഡാൻസർ. ഇതൊക്കെ ഒന്ന് പോസ് ചെയ്താൽ മതി. നമുക്ക് വീഡിയോ ഓർഡർ ലെങ്ത് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കാണിച്ചു പോകുന്നത്. നിങ്ങൾക്ക് വായിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം. ഓക്കെ, ഇതും കഴിഞ്ഞു. സരസ്വതി മഹാൽ ലൈബ്രറി. സരസ്വതി മഹാളിനുള്ളിൽ കയറി. പണ്ടത്തെ ഓരോ സംഭവങ്ങൾ. എന്നാ ടിക്കറ്റ് എടുക്കാം. 5 രൂപ വേണോ? പാത്തിട്ട് വരുമ്പോൾ കൊടുക്കാം. ഇവിടെ 5 രൂപ വേണം. 5 രൂപ. അവിടെ നിന്ന് നമ്മൾ വീഡിയോൻ്റെയും പാലസിലൊക്കെ എൻ്റർ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് 5 രൂപ ഉണ്ടാവും. പക്ഷേ പണ്ടത്തെ അമ്മിക്കൽ കയ്യിൽ പോയി കുറച്ച് അയക്കാം. ഇത് തേങ്ങ സെറ്റപ്പ്. അമ്മിക്കലിന് എൻ്റെ വീട്ടിലുണ്ട്. ടോയ്സോ ഉണ്ട്. ഓ, പ്ലേറ്റും ഗ്ലാസും എന്തൊക്കെയാ. എലിഫന്റ് പാത്രം. ബിരിയാണി വെക്കാൻ പറ്റും. തോട്ടയായിട്ട് തോട്ടയെല്ലാം തൊഴിൽ തോട്ടയായി. പണ്ടത്തെ ഓരോ ലോക്കർ ഇവിടെ നിങ്ങൾ കൂട്ടിയൊക്കെ സാധനമൊക്കെ. ടിക്കറ്റ് എടുക്കണോ? அப்படிக்கா வீடு எடுத்தா இல்லை அங்கே எடுத்துட்டேன்.
ഇവിടെ മൊത്തം പണി നടക്കുവാണ്. പിന്നെ 150 വീഡിയോ കൊടുത്തതിന് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നുമില്ല, പണ്ടത്തെ തിങ്സ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പിന്നെയും ഓരോ സ്ഥലത്ത് കയറാൻ 5-10 കട്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ 30, വീഡിയോ 100 കൊടുക്കണം. അത്ര വർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വണ്ടി വെച്ച് ഇവിടെയാണ്. ഇവിടെ നേരെ നമ്മളെ റൂമിലേക്ക് പോന്നു. ഫുഡ് കഴിച്ചിട്ട് നേരെ ഇവിടുന്ന് രാമേശ്വരം. നമ്മളവിടെ നിന്ന് ഇറങ്ങിയതാ തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പം റൂമിൽ പോയി നല്ല ഫുഡ് കഴിച്ചിട്ട് നേരെ രാമേശ്വരം വിടണം.